ഹലോ ഫ്രണ്ട്സ്, ടെല ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇത് നാലാമത്തെ ലെക്ചറാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിയുടെ. നമ്മൾ എന്ത് ചെയ്തായിരുന്നു? നമ്മൾ എക്സസൈസ് 2.1 കംപ്ലീറ്റ് ചെയ്തായിരുന്നു. അതിന് തൊട്ട് മുന്നേ വേണ്ടുന്ന ആ ബേസിക് കോൺസെപ്റ്റുകളും പഠിച്ചായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്നിട്ട് എന്ത് ചെയ്ത് ആ പ്രോപ്പർട്ടീസ് എല്ലാം പഠിച്ചില്ലേ? നമ്മൾ പറഞ്ഞു കുറേ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പ്രോപ്പർട്ടീസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കുറേ പ്രോപ്പർട്ടീസ് ഒക്കെ പഠിച്ചായിരുന്നു. ആ പ്രോപ്പർട്ടീസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഈ ക്ലാസ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ഈ ക്ലാസ് നമ്മൾ എക്സസൈസ് 2.2 നിങ്ങളുടെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിലെ രണ്ടാമത്തെ എക്സസൈസ്. ആകെ ഒരു 2.1 എക്സസൈസ് ഉണ്ട്, പിന്നെ 2.2 ഉണ്ട്, പിന്നെ കുറച്ച് മിസലേനിയസ് എക്സസൈസുകളും ഉണ്ട്. മിസലേനിയസ് എക്സസൈസുകൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു ലെക്ചർ ചെയ്യാം. ഈ ലെക്ചർ നമുക്ക് എക്സസൈസ് 2.2, അതായത് നമ്മുടെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയുടെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് എല്ലാം തീരാൻ പോവുക. ഓക്കെ, അപ്പോൾ ഈ 2.2ലുള്ള എക്സസൈസുകൾ നമ്മൾ ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് സെലക്ടഡ് ക്വസ്റ്റ്യൻ, കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതുപോലെ തന്നെ കുറച്ച് സെലക്ടഡ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? എടുത്തു വെച്ചിട്ടുണ്ട്. ജെഇക്കും അതേപോലെ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കൊക്കെ ചോദിച്ചിട്ടുള്ള കുറച്ച് സെലക്ടഡ് ക്വസ്റ്റ്യൻസ് എടുത്തു വെച്ചിട്ടുണ്ട്. പേടിക്കേണ്ട, ജെഇയുടെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മളൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷനായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? അവസാനം ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇത് എന്താ, കുറച്ച് നല്ല സെലക്ടഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു സെഷനിൽ വർക്കൗട്ട് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ലെക്ചർ കാണുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് കുറച്ച് ബേസിക് കോൺസെപ്റ്റുകളൊക്കെ പറഞ്ഞു തരാമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ട്രിഗണോമെട്രിയുടെ കുറച്ച് ബേസിക്കുകൾ, നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സാധനങ്ങൾ, അത് ഞാനൊരു ഒരു പ്രത്യേക വീഡിയോ ആയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഫസ്റ്റ് ക്ലാസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ് എന്ത് ചെയ്യുക? വൃത്തിയായിട്ട് കാണുക. നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ ടൈം ടേബിളിൽ ആ ക്ലാസ് നിങ്ങൾക്ക് ആദ്യം കാണാൻ ഉണ്ടായിരുന്നിരിക്കും. പക്ഷേ എന്നാലും എന്ത് ചെയ്യുക? അത് ഒന്നുകൂടെ ഈ ഒരു ലെക്ചർ കാണുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? അതൊന്നുകൂടെ ഒന്ന് റീകോൾ ചെയ്ത് ഒന്ന് ഫ്രഷപ്പ് ആക്കി ആ ഇക്വേഷൻസും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യുക? ഒന്ന് പഠിച്ചിട്ട് നമുക്ക് ഈ ലെക്ചറിലോട്ട് വരാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് ആ നേരത്തെ പഠിച്ചു വെച്ചിരുന്ന കാര്യങ്ങളും ഇക്വേഷൻസ് എല്ലാം എന്ത് ചെയ്യും? തറവായിട്ട് എവിടെയൊക്കെ ഉപയോഗിക്കണം, എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം എന്നൊക്കെ എന്ത് ചെയ്യും? പഠിക്കാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഇക്വേഷൻസ് എല്ലാം എന്ത് ചെയ്യുക? ഒന്ന് പഠിച്ചു വെച്ചേക്കുക. എന്നിട്ട് ആ കോൺസെപ്റ്റുകളും ആ ബേസിക് അറിഞ്ഞിരിക്കേണ്ട കോൺസെപ്റ്റുകൾ ആ വീഡിയോയിലുണ്ടല്ലോ, അതെല്ലാം ഒന്ന് തറവായിട്ട് പഠിക്കുക. ഓക്കെ ഓക്കെ സോ നോക്കാം. നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ എക്സസൈസ് 2.2 വർക്കൗട്ട് ചെയ്യാം. എക്സസൈസ് 2.2 വർക്കൗട്ട് ചെയ്യാം. ആ 2.2ലോട്ട് പോകുന്നതിന് മുമ്പ് ഞാനൊരു 1-2 ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. അതുകൂടെ വർക്കൗട്ട് ചെയ്ത് നിങ്ങളുടെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ തന്നെ, NCERTയിലുള്ള എക്സാമ്പിൾ ക്വസ്റ്റ്യൻ തന്നെ. ഞാൻ പറഞ്ഞില്ലേ, NCERTയിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കവർ ചെയ്യും. ഒറ്റ ക്വസ്റ്റ്യൻ പോലും NCERT നമ്മൾ വിടത്തില്ല. ഓക്കെ, സോ ആ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് കൂടെ വർക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് 2.2ലോട്ട് പോകാം. ഓക്കെ, ഇതാ നോക്കിയോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ. നോക്കിയേ, നമുക്ക് ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താ? ഷോ ദാറ്റ് സൈൻ ഇൻവേഴ്സ് ഓഫ് 2x റൂട്ട് 1 - x² ഈസ് ഈക്വൽ ടു 2 സൈൻ ഇൻവേഴ്സ് x. ഓക്കെ, ഇത് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. 2 സൈൻ ഇൻവേഴ്സ് x ആണ് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെ ആയിരിക്കും: സൈൻ ഇൻവേഴ്സ് ഓഫ് 2x റൂട്ട് 1 - x². സിംപ്ലിഫൈ ചെയ്യുക. ഓക്കെ, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോമിൽ എഴുതുക, സിംപ്ലിഫൈ ചെയ്യുക. അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ മാറിയും തിരിഞ്ഞും വരാം. ചിലപ്പോൾ ഇത് ഇങ്ങനെ പ്രൂവ് ചെയ്യാനായിട്ട് റൈറ്റ് ഹാൻഡ് സൈഡ് നമുക്ക് തന്നിട്ടൊന്നും ആയിരിക്കത്തില്ല ചോദിക്കുന്നത്. ചിലപ്പോൾ സിംപ്ലിഫൈ ചെയ്യാനും ചിലപ്പോൾ എന്ത് ചെയ്യാം? ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയും ചോദിക്കാം. അപ്പോൾ എന്തായാലും ഇത് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഇതാ നോക്കിക്കോ, ഇവിടെ റൂട്ട് ഓഫ് 1 - x² എന്നൊക്കെ വന്ന് അങ്ങനത്തെ ഒരു രീതിയിലൊക്കെ കിടക്കാമെന്ന് വിചാരിക്കുക. റൂട്ട് ഓഫ് 1 - x², അത് ഉപയോഗിക്കാൻ പറ്റുന്ന കുറേ ആൾക്കാർ നമ്മൾ ആ ഇക്വേഷനായിട്ട് പഠിച്ചായിരുന്നു, അല്ലയോ? ഇവിടെ ഞാൻ ഈ ഒരു പ്രോബ്ലം ഞാൻ എന്തായാലും നിങ്ങൾക്ക് ആദ്യമേ ഒന്ന് ചെയ്ത് കാണിക്കാം. ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഞാൻ ഇട്ട് കൊടുത്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ചെയ്യേണ്ടതെന്നൊരു ഐഡിയ കിട്ടും. ഇപ്പോൾ ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പം എക്സിന് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താലായിരിക്കും ഉത്തരത്തിൽ എത്തുക എന്നൊന്നും നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. കുഴപ്പമില്ല, പേടിക്കേണ്ട, അതൊന്നും അറിയണമെന്നില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉറപ്പായിട്ടും നമുക്ക് ആ ഐഡിയ കിട്ടും. ഓക്കെ, ആദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഇതിനകത്ത് എക്സിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഈ ഉത്തരത്തിലോട്ട് എത്താം എന്നുള്ള ഐഡിയ ഒന്നും തോന്നണമെന്നില്ല. ചിലർക്ക് തോന്നാം, ചിലർക്ക് തോന്നാതിരിക്കാം. എനിവേ നമ്മളൊരു 1-2 പ്രോബ്ലം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും മനസ്സിലാവും എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഉത്തരം കിട്ടുമെന്ന്. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താ ഞാൻ പറഞ്ഞില്ലായിരുന്നു? ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ കുറേ ഇക്വേഷൻസ് പഠിച്ചു വെച്ചിട്ടില്ലയോ? ആ ഇക്വേഷൻസ് എല്ലാം പഠിച്ച് മനസ്സിലാക്കി എന്ത് ചെയ്യുക? ഇങ്ങോട്ട് വരിക. ഓക്കെ, നമുക്കത് ഓരോന്നായിട്ട് ഉപയോഗിക്കാം. ഇതാ നോക്കിക്കോ, ഇവിടെ എന്താ കൊടുത്തേക്കുന്നത്? സൈൻ ഇൻവേഴ്സ് ഓഫ് 2x ഇൻറ്റു റൂട്ട് ഓഫ് 1 - x². ഓക്കെ, ഞാനിവിടെ എക്സിന് സൈൻ തീറ്റ കൊടുക്കാൻ പോവാം. ലെറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എന്താ? സൈൻ തീറ്റ. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാം എന്താ? സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? തീറ്റയാണെന്ന് പറയാം. ഓക്കെ, ഈ രണ്ട് കാര്യം ഇവിടെ കിടക്കട്ടെ. എക്സിന് എന്ത് കൊടുത്തു? സൈൻ തീറ്റ എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ പറയാം സൈൻ ഇൻവേഴ്സ് എക്സ് എന്താ? തീറ്റയാണെന്നും പറയാം. ഓക്കെ ആണേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സിന് സൈൻ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ ദാണ്ട് ഈക്വേഷൻ എങ്ങനെ മാറും? സൈൻ ഇൻവേഴ്സ് ഓഫ് 2 ഇൻറ്റു എക്സിന് വരെ എന്ത് കൊടുത്തു? 2 സൈൻ തീറ്റ ഇൻറ്റു റൂട്ട് ഓഫ് 1 - സൈൻ സ്ക്വയർ തീറ്റ എന്നാവും, ഇല്ലയോ? സൈൻ സ്ക്വയർ തീറ്റ. ഇനി ഇതാ നോക്കിയേ, നമ്മൾ പഠിച്ച ഇക്വേഷൻ നമുക്ക് ഓർമ്മയുണ്ട്. എന്താ? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു എന്താ? 1. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം 1 - സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു എന്താ? കോസ് സ്ക്വയർ തീറ്റ. അങ്ങനെയാണെങ്കിൽ റൂട്ട് ഓഫ് 1 - സൈൻ സ്ക്വയർ തീറ്റ എന്താ?
റൂട്ട് കോസ് സ്ക്വയർ തീറ്റ അല്ലെങ്കിൽ അതെന്താ വെറും കോസ് തീറ്റ അല്ലേ, റൂട്ട് ഓഫ് കോസ് സ്ക്വയർ തീറ്റ അല്ലെങ്കിൽ വെറും കോസ് തീറ്റ. അങ്ങനെയാണെങ്കിൽ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം, സൈൻ ഇൻവേഴ്സ് ഓഫ് 2 സൈൻ തീറ്റ കോസ് തീറ്റ. കണ്ടോ? അപ്പം നിങ്ങൾ ഓർക്കുക, അതാണ്ട് നോക്കിയേ, നമുക്കിവിടെ വന്നേക്കുന്ന ഒരു എക്സ്പ്രഷൻ കണ്ടോ, 2x റൂട്ട് ഓഫ് 1 മൈനസ് എച്ച് സ്ക്വയർ. അപ്പം 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്നാക്കാൻ പറ്റും ആ സാധനം അല്ലയോ, 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്നാക്കാൻ പറ്റും. അതാണ്ട് 2x റൂട്ട് 1 മൈനസ് എച്ച് സ്ക്വയർ. സോ ഇനി നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട എന്താണെന്നുള്ള ഒരു ഐഡിയ എന്ത് ചെയ്യും ഇനി നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ഫേസ് ചെയ്യണമെങ്കിൽ ആ ഐഡിയ കിട്ടണമെന്നില്ല. പക്ഷേ ഇനി സിമിലർ ആയിട്ടുള്ള പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ഒരു ഐഡിയ കിട്ടും, ഏത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നുള്ളൊരു ഐഡിയ എന്ത് ചെയ്യും കിട്ടും, നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, പ്രോബ്ലംസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, അതുണ്ടാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ താണ്ട കണ്ടോ, 2x റൂട്ട് 1 മൈനസ് എച്ച് സ്ക്വയർ. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും 2 സൈൻ തീറ്റ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്താ, കോസ് തീറ്റ. ഓക്കെ, സോ 2 സൈൻ തീറ്റ കോസ് തീറ്റ. ഈ ഇക്വേഷൻസുമായിട്ടൊക്കെ നല്ല പരിചയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ നിങ്ങൾ +1 എന്ത് ചെയ്തിട്ടുള്ളത്, ഒരുപാട് തവണ ചെയ്തിട്ടുള്ളതും കണ്ടിട്ടുള്ള ഇക്വേഷൻസാണ്. സോ ഇതുമായിട്ടൊക്കെ നല്ല പരിചയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇതൊക്കെ പെട്ടെന്ന് എന്ത് ചെയ്യും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, എനിവേ നമുക്ക് ബാക്കി ചെയ്യാം. അപ്പോൾ 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്താ, നമ്മൾ അങ്ങനെ വേറൊരു ട്രിഗണോമെട്രിക് ഇക്വേഷൻ പഠിച്ചു. 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്താ, സൈൻ 2 തീറ്റ അല്ലയോ. 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്തുവാ, സൈൻ 2 തീറ്റ. അങ്ങനെയാണെങ്കിൽ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം, സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2 തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു എന്താ ഇവിടെ ഇൻവേഴ്സും ഫംഗ്ഷനും കൂടെ ഇല്ലാതായി പോയിട്ട് 2 തീറ്റ എന്ന് വരും അല്ലയോ. അതായത് സൈൻ ഇൻവേഴ്സ് ഓഫ് 2x എന്താണ്ടേ നമുക്ക് കിട്ടിയല്ലയോ, സൈൻ ഇൻവേഴ്സ് ഓഫ് 2x റൂട്ട് 1 മൈനസ് എച്ച് സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം, 2 തീറ്റ എന്ന് എഴുതാം അല്ലയോ. അല്ലെങ്കിൽ 2 തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, 2 ഇൻറ്റു തീറ്റ എന്ന് പറഞ്ഞാൽ എന്താടേ, സൈൻ ഇൻവേഴ്സ് എക്സ്. കാരണം എക്സിന് ഞാൻ ആൾറെഡി എന്തോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്, സൈൻ തീറ്റ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷനാണ് ഞാൻ കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ തീറ്റ എന്തായിരിക്കണം, സൈൻ ഇൻവേഴ്സ് എക്സ് ആയിരിക്കണം. ഓക്കെ ഓക്കെ, സോ 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ പ്രൂവ് ചെയ്തില്ലയോ, പ്രൂവ് ചെയ്ത്. ഓക്കെ, ചിലപ്പോൾ പ്രൂവ് ചെയ്യാനായിരിക്കും ചോദിക്കുന്നത്, ചിലപ്പോൾ സിംപ്ലിഫൈ ചെയ്യാനായിരിക്കും ചോദിക്കുന്നത്. ഇതുപോലെ നമ്മൾ കുറച്ച് പ്രോപ്പർട്ടീസ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലയോ, ഞാൻ അതിൻ്റെയൊക്കെ പ്രൂഫും കാണിച്ചു തന്നായിരുന്നു. അതും ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഇതായിട്ട് ചോദിക്കാം, നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ ഷോ ദാറ്റ് എന്നോ ഒക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ ഓക്കെ, സോ നോക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലേ, ക്ലിയർ ആയല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിയേ, ഇവിടെ നമ്മുടെ എന്താ ചോദിച്ചിരിക്കുന്നത്, ഷോ ദാറ്റ് സൈൻ ഇൻവേഴ്സ് ഓഫ് 2x ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എച്ച് സ്ക്വയർ ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ്. തൊട്ട് മുന്നേ കണ്ട അതേ ക്വസ്റ്റിനാ, പക്ഷേ ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ എങ്ങനെ ആക്കണം, കോസ് ഇൻവേഴ്സ് എക്സ് എന്നാക്കണം. ഓക്കെ, എന്താക്കണം, കോസ് ഇൻവേഴ്സ് എക്സ് എന്നാക്കണം. എങ്ങനെ ആക്കാൻ പറ്റും, നമുക്കറിയാം ഇവിടെ സൈൻ എക്സിന് സൈൻ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് ആൻസർ വരുമ്പോഴത്തേക്കും മറ്റേ എല്ലാം കട്ട് ചെയ്ത് പോയി, ഫംഗ്ഷനും ഇൻവേഴ്സും കൂടെ കട്ട് ചെയ്ത് പോയി 2 തീറ്റ എന്നും പറഞ്ഞ ആൻസർ കിട്ടുമായിരുന്നു അല്ലയോ. അതായത് 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടുമായിരുന്നു. ഇവിടെ നമുക്ക് എന്താ വേണ്ടത്, 2 ഇൻറ്റു കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് വരണം. അപ്പോൾ ഉറപ്പായിട്ട് നമുക്കറിയാം എക്സിന് എന്ത് കൊടുക്കുക, കോസ് തീറ്റ എന്ന് കൊടുക്കുക. എക്സിന് കോസ് തീറ്റ കൊടുത്താലും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും 2 ഇൻറ്റു ഇത് കോസ് തീറ്റയാവും, ഇത് റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റയാവും അല്ലയോ. സോറി, 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ, അതെന്താവും, റൂട്ട് ഓഫ് സൈൻ സ്ക്വയർ തീറ്റ എന്നാവും. റൂട്ട് ഓഫ് സൈൻ സ്ക്വയർ തീറ്റ എന്താവും, സൈൻ തീറ്റയാവും. ഇതും എന്ത് തന്നെ വരും ഫലത്തിൽ, 2 കോസ് തീറ്റ സൈൻ തീറ്റ എന്ന് വരും അല്ലയോ. 2 കോസ് തീറ്റ സൈൻ തീറ്റ എന്ന് വരും. അല്ലെങ്കിൽ അതിനെ വീണ്ടും നമുക്ക് എങ്ങനെ എഴുതാം, സൈൻ 2 തീറ്റ എന്ന് എഴുതാം. ആ ഇൻവേഴ്സും ഫംഗ്ഷനും കൂടെ ചേർന്ന് ലാസ്റ്റ് ആൻസർ എന്താ വരും, 2 തീറ്റ എന്ന് വരും. പക്ഷേ ഇവിടെ നമ്മൾ തീറ്റ എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നത് എന്താ, എക്സ് എന്നും പറഞ്ഞു കൊടുത്തേക്കുന്നത് എന്താ, കോസ് തീറ്റയാണ്. അപ്പോൾ തീറ്റ ഇത് കോസ് ഇൻവേഴ്സ് എക്സ് ആവും അല്ലയോ. അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ക്ലിക്ക് ചെയ്യണം. ഓക്കെ, എന്തായാലും എനിവേ ക്ലിക്ക് ആയിട്ടില്ലെങ്കിലും നമുക്ക് നോക്കിയിരിക്കുക, ഇതാ ചെയ്തു തരാം. അതാ നോക്കിയേ, സൈൻ ഇൻവേഴ്സ് ഓഫ്, ഞാൻ എന്ത് ചെയ്തു, നേരത്തെ ഇവിടെ കോസ് ഇൻവേഴ്സ് വരണം, നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വെച്ചിരുന്നാലും മതി കേട്ടോ. പരീക്ഷയ്ക്ക് എളുപ്പത്തിന് നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വെച്ചിരുന്നാലും മതി. കോസ് ഇൻവേഴ്സ് എക്സ് എന്നുള്ള രീതിയിൽ വരണമെങ്കിൽ എന്ത് കൊടുക്കുക, എക്സ് ഈസ് ഈക്വൽ ടു കോസ് തീറ്റ കൊടുക്കുക. എക്സ് ഈസ് ഈക്വൽ ടു കോസ് തീറ്റ കൊടുക്കുക. സൈൻ ഇൻവേഴ്സ് എന്നുള്ള രീതി വരണമെങ്കിൽ എന്ത് ചെയ്യുക, എക്സ് ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ കൊടുക്കുക. ഓക്കെ ആണോ, ഓക്കെ ആണോ? ഈ പ്രോബ്ലത്തിലാണേ, ഈ 2 പ്രോബ്ലത്തിലാണേ, എല്ലാ പ്രോബ്ലത്തിലും കയറി അങ്ങനെ ഒന്നും കൊടുത്തുകളയല്ലേ. ഈ 2 പ്രോബ്ലം നോക്കി വെച്ചേക്കുക. സൈൻ ഇൻവേഴ്സ് ഓഫ് 2x റൂട്ട് 1 മൈനസ് എച്ച് സ്ക്വയറും 2 സൈൻ ഇൻവേഴ്സ് എക്സ് ആവുന്നതും 2 കോസ് ഇൻവേഴ്സ് എക്സ് ആവുന്നതും. ഓക്കെ, സൈൻ ഇൻവേഴ്സ് എക്സ് ആവണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, എക്സ് ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ. കോസ് ഇൻവേഴ്സിൻ്റെ രീതിയിൽ ആൻസർ കിട്ടണമെങ്കിൽ എന്ത് കൊടുക്കണം, എക്സ് ഈക്വൽ ടു കോസ് തീറ്റ. ഓക്കെ ഓക്കെ, ഇതാ നോക്കിയേ, സൈൻ ഇൻവേഴ്സ് ഓഫ് നമുക്ക് എന്ത് കിട്ടും, സൈൻ ഇൻവേഴ്സ് ഓഫ് 2 ഇൻറ്റു കോസ് തീറ്റ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ ആണേ.
ആണ് വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 2 cos തീറ്റ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്തുവാ നമുക്കറിയാം സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്താ 1. അങ്ങനെയാണെങ്കിൽ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ സൈൻ സ്ക്വയർ തീറ്റ. റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്താ റൂട്ട് സൈൻ സ്ക്വയർ തീറ്റ, അല്ലെങ്കിൽ എന്താ അത് സൈൻ തീറ്റ, അല്ലെങ്കിൽ എന്താ അത് സൈൻ തീറ്റ. സോ ഇതെന്ത് വരും 2 cos തീറ്റ ഇൻറ്റു സൈൻ തീറ്റ. ഓക്കെ, 2 cos തീറ്റ ഇൻറ്റു സൈൻ തീറ്റ. 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് എഴുതിയാലും 2 cos തീറ്റ സൈൻ തീറ്റ എന്ന് എഴുതിയാലും ഒരേ സാധനം ഇല്ലയോ, ഒരേ സാധനം. അതെന്താ സൈൻ 2 തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് സൈൻ 2 തീറ്റ. ഓക്കെ, ഇൻവേഴ്സും ഫംഗ്ഷനും കൂടെ പോയിട്ട് എന്ത് പോകും 2 തീറ്റ എന്ന ആൻസർ കിട്ടും വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു തീറ്റ. എന്താണ് ഇവിടെ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ എക്സിനാണ് കോസ് തീറ്റ കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ് ആയി ഇവിടെ അല്ലയോ. സോ 2 cos ഇൻവേഴ്സ് എക്സ്. ഓക്കെ ഓക്കെ, അപ്പോൾ സൈൻ ഇൻവേഴ്സ് 2x ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ എന്താ 2 cos ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതിയാലും ശരിയാണ്, 2 സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതിയാലും ശരിയാണ്. ഓക്കെ ഓക്കെ, നോക്കാം. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഷോ ദാറ്റ് ടാൻ ഇൻവേഴ്സ് 1/2 പ്ലസ് ടാൻ ഇൻവേഴ്സ് 2/11 ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 3/4. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടി ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ആൻസർ കിട്ടും. നമ്മുടെ പ്രോപ്പർട്ടി എന്തായിരുന്നു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഈസ് ഈക്വൽ ടു എന്താ ടാൻ ഇൻവേഴ്സ് ഓഫ്, ഞാൻ പറഞ്ഞായിരുന്നില്ലയോ ടാൻ ഓഫ് എ പ്ലസ് ബി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും ആ ഒരു രീതിയിൽ അങ്ങ് പഠിച്ചു വെച്ചിരുന്നാൽ മതിയായിരുന്നു. ടാൻ ഓഫ് എ പ്ലസ് ബി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും ടാൻ എ പ്ലസ് ടാൻ ബി ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി. അതാ ടാൻ എക്കും ടാൻ ബിക്കും പകരം എന്ത് ഉപയോഗിക്കുക എക്സും വൈയും അങ്ങ് ഉപയോഗിച്ച് കൊടുത്താൽ മതി. ഓക്കെ, ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ എന്താ ടാൻ എക്ക് പകരം എക്സ് ഉപയോഗിക്കുക പ്ലസ് ടാൻ ബിക്ക് പകരം വൈ ഉപയോഗിക്കുക ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് ഇൻറ്റു വൈ അല്ലയോ. ഈ പ്രോപ്പർട്ടി ഇങ്ങനെ പഠിച്ചില്ലായിരുന്നു, ഇതിൻ്റെ പ്രൂഫ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളതാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ടാൻ ഓഫ് എ പ്ലസ് ബി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും ആ ഒരു ഫോർമാറ്റ് പഠിച്ചു വെച്ചിട്ട് അതിന് പകരം എന്ത് കൊടുക്കുക എക്സും വൈയും കൊടുക്കുക. ടാൻ എക്കും ടാൻ ബിക്കും പകരം എന്ത് കൊടുക്കുക എക്സും വൈയും കൊടുക്കുക. ഓക്കെ, ഈസി ആയിട്ട് ഓർത്തിരിക്കാൻ പറ്റത്തില്ലോ, ഈസി ആയിട്ട് ഓർത്തിരിക്കാൻ പറ്റും. ആ ഇക്വേഷൻ അറിയാമെങ്കിൽ ഇത് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, സോ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഈസ് ഈക്വൽ ടു എന്താ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് വൈ. ഇനി നിങ്ങളുടെ NCERT എടുത്ത് പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യമുണ്ട്, ഈ എക്സ് വൈ എന്തായിരിക്കണം എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കണം. അപ്പോൾ പഴയ NCERT ശരിക്കും പറഞ്ഞാൽ ഉണ്ടായിരുന്നു എക്സ് വൈ ലെസ് ദാൻ 1 ഒരു കണ്ടീഷനുണ്ട്, ഗ്രേറ്റർ ദാൻ 1 വരുമ്പോൾ വേറൊരു കണ്ടീഷനുണ്ട്. അപ്പോൾ ആ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് പുതിയ NCERT പ്രകാരം നമുക്ക് ഏത് കണ്ടീഷൻ മാത്രമേ ഉള്ളൂ എക്സ് വൈ ലെസ് ദാൻ 1 എന്ന് പറയുന്ന കണ്ടീഷൻ മാത്രമേ നിങ്ങൾ ടെസ്റ്റിൽ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ജെയുടെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്ന ഒരു സമയത്ത് ആ ഒരു സെഷൻ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ കുറച്ചുകൂടെ മാറിയ ലെവൽ, അതായത് എക്സ് വൈ ഗ്രേറ്റർ ദാൻ 1 വന്നാൽ എങ്ങനെ ആയിരിക്കും എക്സ് ലെസ് ദാൻ 0 വൈ ലെസ് ദാൻ 0. അപ്പോൾ അങ്ങനത്തെ ഉള്ള കുറച്ച് കണ്ടീഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ കണ്ടീഷൻസ് വരുമ്പോൾ ഇതെങ്ങനെ മാറും, ഈ ഇക്വേഷൻ എങ്ങനെ മാറും എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം അവിടെ നമുക്ക് പഠിക്കാം. ഇവിടെ നമുക്ക് തൽക്കാലം ഏത് മതി ഇത് മാത്രം മതി. നമ്മുടെ എക്സാംസിന് വരുന്ന പ്രോബ്ലംസും കാര്യങ്ങളും നമ്മുടെ നോർമലായിട്ട് വരുന്ന കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ MCQ ഒക്കെ സോൾവ് ചെയ്ത് മതി, ഇത് മതി. പ്രോബബ്ലി നമ്മുടെ JEക്ക് വന്നു കഴിഞ്ഞാലും മെയിൻസിനൊക്കെ വന്നു കഴിഞ്ഞാലും ഏതേ വരത്തുള്ളൂ, ഇത് തന്നെ വരാനുള്ള സാധ്യതയുള്ളൂ. എന്നാലും നമുക്ക് എന്ത് ചെയ്യണം മറ്റേതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം, വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, പക്ഷേ ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, നമുക്ക് എന്ത് ചെയ്യാം അവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഓക്കെ, സോ നമുക്ക് ഈ ഇക്വേഷൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. ടാൻ ഇൻവേഴ്സ് ഓഫ് 1/2 പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 2/11 ഈസ് ഈക്വൽ ടു എന്താ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ. ഇവിടെ എക്സ് ആരാ 1/2, വൈ ആരാ 2/11 ഇല്ലയോ ആണ്. 1/2 പ്ലസ് 2/11 the whole divided by 1 minus 1/2 into 2/11. Okay, which is equal to tan inverse of 1/2 plus 1/11 എത്ര. ഓക്കെ, ഇതാ നോക്കിയേ 11 പ്ലസ് 4, 11ഉം 4ഉം കൂടെ ആയി കഴിഞ്ഞാൽ 15 ആവില്ലയോ. 15 ഡിവൈഡഡ് ബൈ 22 the whole divided by ഇതെന്തോ വരും 2ഉം 2ഉം നമുക്ക് കട്ട് ചെയ്ത് കളയാം. 1 minus 1/11, 11 minus 1 10, 10/11. ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ്, ഞാൻ പെട്ടെന്ന് ചെയ്തു പോയതാ, നിങ്ങൾ എന്ത് ചെയ്യുക എൽസിഎം ഒക്കെ എടുത്ത് പതിയെ ചെയ്യുക, സമാധാനത്തിൽ ചെയ്യുക. ഓക്കെ ഓക്കെ, 15ഉം 10ഉം കൂടെ കട്ട് ചെയ്യാമല്ലോ നമുക്ക്. ന്യൂമറേറ്റർ കിടക്കുന്ന ഇവിടെ ന്യൂമറേറ്റർ കിടക്കുന്ന രണ്ടും കൂടെ കട്ട് ചെയ്യാമല്ലോ. 15ഉം 10ഉം കൂടെ 2 കൊണ്ട് കട്ട് ചെയ്യുക അല്ലേ, സോറി 5 കൊണ്ട് കട്ട് ചെയ്യാം. 5 കൊണ്ട് കട്ട് ചെയ്യുമ്പം മുകളിൽ 3 വരും ഡിവൈഡ് ബൈ 22 the whole divided by ഇവിടെ എന്ത് വരും 2 വരും അല്ലേ, 2/11. ഇനി നമുക്ക് എന്ത് ചെയ്യാം ഡിനോമിനേറ്റർ കിടക്കുന്ന ഈ 11ഉം 22ഉം കൂടെ കട്ട് ചെയ്യാമല്ലോ. മേളിലൊരു ഡിനോമിനേറ്റർ 22 ഉണ്ട്, താഴെ ഡിനോമിനേറ്ററിൽ 11 ഉണ്ട്. അത് കട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, അത് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 2 കിട്ടും.
സോ ടാൻ ഇൻവേഴ്സ് ഓഫ് 3/2 ദ ഹോൾ ഡിവൈഡഡ് ബൈ 2 അല്ലയോ, വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 3/4. ഈസി അല്ലയോ? സോ നമ്മൾ പ്രൂവ് ചെയ്ത് ടാൻ ഇൻവേഴ്സ് ഓഫ് 1/2 പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 2/11 എന്താ, ടാൻ ഇൻവേഴ്സ് ഓഫ് 3/4 ആണെന്ന് പ്രൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ചെയ്തതിനകത്തോ LCM എടുത്തതിനകത്തോ അല്ല കട്ട് ചെയ്ത് കളഞ്ഞതിനകത്തോ ഒക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചോദിക്കുക. ഓക്കെ, ഡയറക്റ്റ് ഗ്രൂപ്പിൽ ചോദിക്കുക. ഓക്കെ ഇത് സിമ്പിൾ ആൽജിബ്ര നമ്മൾ ചെയ്തത്, വലിയ അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്തില്ല. ജസ്റ്റ് ആ ഇക്വേഷനകത്തോട്ട് ഇത് ഇട്ട് കൊടുത്ത് പിന്നെ സിമ്പിൾ ആൽജിബ്ര. ഓക്കെ, തനിയെ തന്നെ ആ ആൽജിബ്ര എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. ഓക്കെ, അതങ്ങനെ ചെയ്ത് വർക്കൗട്ട് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, പ്രാക്ടീസ് ചെയ്ത് മാത്രമേ നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തനിയെ എന്ത് ചെയ്യുക, ഇച്ചിരി സമയം എടുത്താലും വേണ്ടിയില്ല, ആദ്യമേ എന്ത് ചെയ്യുക, ചെയ്ത് പഠിക്കുക. കാൽക്കുലേറ്റർ എന്ത് ചെയ്യുക, യൂസ് ചെയ്യാതിരിക്കുക. ഓക്കെ, അതേപോലെ താണ്ട് ഈ കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. നമ്മൾ ഈ ഇക്വേഷൻ എപ്പോഴും യൂസ് ചെയ്യുന്ന എവിടെ, എക്സ് വൈ ലെസ് ദാൻ 1 ആയിരിക്കണം. എക്സ് ഇൻറ്റു വൈ ചെയ്യുമ്പോൾ എന്തായിരിക്കണം, അത് 1നേക്കാൾ ചെറിയൊരു വാല്യൂ ആയിരിക്കണം. അതായത് ഈ വാല്യൂ 1 - XY ഈ താഴെ കിടക്കുന്നത് എന്തായിരിക്കണം, നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് വാല്യൂ കിട്ടണം. ഓക്കെ അല്ലേ, എക്സ് ഇൻറ്റു വൈ 1നേക്കാളും ചെറുതാണെങ്കിൽ 1 - 1നേക്കാൾ ചെറിയൊരു വാല്യൂ അതെപ്പോഴും എന്തായിരിക്കും, ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അതായത് ഈ അടി കിടക്കുന്ന സാധനം എന്തായിരിക്കണം, ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കണം. ടാൻ ഇൻവേഴ്സ് ഓഫ് ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കണം നമുക്ക് കിട്ടുന്നത്. ഓക്കെ നോക്കാം നമുക്ക്. അങ്ങനെയാണ് ഇതാണ്ട് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എക്സ്പ്രസ് ടാൻ ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് ഡിവൈഡ് ബൈ 1 - sin x ഇൻ ദ സിംപ്ലസ്റ്റ് ഫോം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. കാരണം നമ്മൾ ഒന്നിൽ കൂടുതൽ സബ്സ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നിൽ കൂടുതൽ സബ്സ്റ്റിറ്റ്യൂഷൻസ്, കുറച്ചധികം സബ്സ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇതിനെ ഒരു സിംപ്ലിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണേ, ഈ കണക്കൊന്ന് ശ്രദ്ധിച്ചിരിക്കണേ, പ്രോബ്ലം ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ. ആദ്യം ഏതാ നോക്കിയേ, നമുക്കറിയാം സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതണമെങ്കിൽ നമുക്കറിയാം ലാസ്റ്റ് ആ ടാൻ ഇൻവേഴ്സും അകത്തൊരു ടാനും കൂടെ ഒക്കെ വന്നിട്ട് എന്ത് ചെയ്യണം, 2θ എന്നുള്ള ഫോമിലൊക്കെ നമ്മൾ ഫസ്റ്റ് ഒരു പ്രോബ്ലം ചെയ്തില്ലയോ, അത് കണക്കൊക്കെ വന്നിട്ട് തീറ്റയ്ക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷനും കൂടെ കൊടുക്കുക. നമ്മൾ ആദ്യമേ എക്സിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമല്ലോ, എക്സ് ഈസിക്കൽ നമ്മൾ അവിടെ ചെയ്തെന്തായിരുന്നു, എക്സ് ഈസിക്കൽ ടു സൈൻ തീറ്റ എന്നൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത്, എന്നിട്ട് തീറ്റ ഈസിക്കൽ എന്തെന്ന് പറഞ്ഞു, സൈൻ ഇൻവേഴ്സ് എക്സ് എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലയോ. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ആൻസർ വന്നപ്പോൾ 2 × തീറ്റ അല്ലെങ്കിൽ 2 × സൈൻ ഇൻവേഴ്സ് എക്സ്, ഇങ്ങനെ ആൻസർ കിട്ടിയില്ലായിരുന്നോ, കിട്ടി. അപ്പോൾ ഈ രീതിയിൽ ഒന്ന് സിമ്പിൾ ആക്കാനാണ് നമ്മുടെ പറഞ്ഞേക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും അകത്തൊരു ടാൻ ഇൻവേഴ്സ് ഇവിടെ വെളി കിടപ്പുണ്ട്, അകത്തെന്ത് വരണം, ഒരു ടാനിൻ്റെ ഒരു എക്സ്പ്രഷൻ വരണം. അപ്പോൾ ആ ടാൻ ഇൻവേഴ്സും ടാനും കൂടെ കട്ട് ചെയ്ത് പോയിട്ട് അകത്തുള്ള സാധനം എന്തെങ്കിലും ആയിട്ട് ഇങ്ങനെ നമുക്ക് പുറത്ത് കിട്ടും. അപ്പോൾ അത് സിംപ്ലസ്റ്റ് ഫോമായിട്ട് നമുക്ക് എന്ത് ചെയ്യും, പുറത്ത് കിട്ടും. ഓക്കെ, അപ്പോൾ എന്തായാലും ആദ്യത്തെ നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം എന്തുവാ, ഇതിനകത്ത് ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ ഓഫ് എന്നുള്ള രീതിയിൽ വരണം. അങ്ങനെയാണെങ്കിൽ ആ ഇൻവേഴ്സോ അകത്തിടുന്ന ഫംഗ്ഷനോ കട്ട് ചെയ്തിട്ടൊരു സിമ്പിൾ ഫോമായിട്ട് നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, കിട്ടത്തുള്ളൂ. ഓക്കെ നോക്കാം നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. ഓക്കെ, ഈ ക്വസ്റ്റൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. നോട്ട് ചെയ്ത് എന്ത് ചെയ്യുക, ഇതിൽ യൂസ് ചെയ്തേക്കാം സബ്സ്റ്റിറ്റ്യൂഷൻസ് എല്ലാം പഠിച്ച് വെച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേ കണക്കൊരു ഫോർമാറ്റ് വരുമ്പോൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണ്, എവിടെയൊക്കെയാണ്, എന്തൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് എന്ത് ചെയ്യും, ഒരു ഐഡിയ കിട്ടും. ഓക്കെ ഇതാ നോക്കിയോ, ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നോക്കിയോ, ഇതാ നോക്കിയേ, ഇവിടെ ടാൻ ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് ഡിവൈഡ് ബൈ 1 - sin x അല്ലേ. നമുക്കറിയാം, നമുക്കൊരു ഇക്വേഷൻ അറിയാം, കോസ് 2x എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് ആയിരുന്നു അല്ലയോ. കോസ് 2x എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്, അല്ലെങ്കിൽ കോസ് എക്സ് വന്നാലോ, കോസ് സ്ക്വയർ, ഇവിടെ 2x ആണെങ്കിൽ 2xൻ്റെ പകുതി അല്ലയോ എക്സ്, അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സ് ആണെങ്കിൽ എക്സിൻ്റെ പകുതി x/2. ഓക്കെ ആണേ. സോ കോസ് എക്സിനെ എങ്ങനെ എഴുതാം, കോസ് സ്ക്വയർ x/2 മൈനസ് സൈൻ സ്ക്വയർ x/2 അല്ലയോ. ഞാൻ ആദ്യമേ അതങ്ങ് എഴുതാൻ പോവാം, കോസ് സ്ക്വയർ x/2 മൈനസ് സൈൻ സ്ക്വയർ x/2 ദ ഹോൾ ഡിവൈഡഡ് ബൈ 1നെ എനിക്ക് അങ്ങനെ എഴുതാടേ. 1 എന്ന് പറഞ്ഞാൽ എന്താ, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇല്ലയോ. സോ എനിക്ക് അങ്ങനെ തന്നെ എഴുതാം, സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ്. ഓക്കെ, ഇനി അതേപോലെ ദാണ്ട അടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ, സൈൻ 2θ എന്തായിരുന്നു അല്ലേ, 2 സൈൻ തീറ്റ കോസ് തീറ്റ അല്ലയോ. സൈൻ 2θ എന്ന് പറഞ്ഞാൽ 2 സൈൻ തീറ്റ കോസ് തീറ്റ. അങ്ങനെയാണെങ്കിൽ സൈൻ തീറ്റ എന്തായിരിക്കും, സൈൻ തീറ്റ, ഇവിടെ 2θ ആയിരുന്നെങ്കിൽ 2θയുടെ പകുതി തീറ്റ ഇല്ലയോ. ഇവിടെ തീറ്റയേ ഉള്ളൂ, അപ്പോൾ തീറ്റയുടെ പകുതി എന്താ, θ/2. ഇക്വേഷൻ ഇങ്ങനെ എഴുതിക്കൂടെ, എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇതാണ്ട് ഞാനിവിടെ ഇവിടെ 1ന് പകരം സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാൻ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സൈൻ സ്ക്വയർ x/2 പ്ലസ് കോസ് സ്ക്വയർ x/2. ആ സൈൻ സ്ക്വയർ എന്തോ ആയിക്കോട്ടെ അതിനകത്ത് വരുന്നത്, സൈനിൻ്റെ അകത്ത് വരുന്ന ആ സാധനം തന്നെ ഇവിടെയും വരണം, കോസിൻ്റെ അകത്തും വരണം, അത്രയും മാത്രം നോക്കിയാൽ മതി ഇല്ലയോ. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എപ്പോഴും എന്തായിരിക്കും, 1 ആയിരിക്കും. ഓക്കെ,
സോ സൈൻ സ്ക്വയർ എക്സ് ബൈ ടു പ്ലസ് കോസ് സ്ക്വയർ എക്സ് ബൈ ടു എന്ന് എഴുതാം. ഈ വണ്ണിന് വരെ എന്ത് എഴുതാം? സൈൻ സ്ക്വയർ എക്സ് ബൈ ടു പ്ലസ് കോസ് സ്ക്വയർ എക്സ് ബൈ ടു എന്ന് എഴുതാം. കാരണം എന്താ, ബാക്കി എല്ലായിടത്തും ആ എക്സ് ബൈ ടുവിൻ്റെ ടേംസിലാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് അവിടെ ഞാൻ എന്ത് ചെയ്ത് എക്സ് ബൈ ടു പ്ലസ് എക്സ് ബൈ ടു എന്ന് എഴുതി. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ആ സൈൻ തീറ്റ എന്ത് ചെയ്യാം? സൈൻ തീറ്റ ടു സൈൻ തീറ്റ ബൈ ടു കോസ് തീറ്റ ബൈ ടു എന്ന് എഴുതാം അല്ലയോ? ടു സൈൻ തീറ്റ ബൈ ടു കോസ് തീറ്റ ബൈ ടു. ഓക്കെ ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ്, ഇത് കാണുമ്പോൾ ഇനിയിപ്പോൾ ചെറിയൊരു ഐഡിയ വന്നു കാണും. ഇതാ നോക്കിയേ, മേളിൽ എന്താ കിടക്കുന്നത്? കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ, അല്ലെങ്കിൽ കോസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്ന ഫോമിൽ കിടക്കുന്നത്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലയോ? കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്നില്ലയോ? അത് അങ്ങനെയാണെങ്കിൽ ഇതാണ് ഈ മേളിൽ കിടക്കുന്നതിന് എനിക്ക് എങ്ങനെ എഴുതാം? കോസ് എക്സ് ബൈ ടു പ്ലസ് സൈൻ എക്സ് ബൈ ടു ഇൻറ്റു കോസ് എക്സ് ബൈ ടു മൈനസ് സൈൻ എക്സ് ബൈ ടു. അങ്ങനെ എഴുതിക്കൂടെ? എഴുതാം. ദ ഹോൾ ഡിവൈഡഡ് ബൈ, താഴെ ഏതാ നോക്കിയേ, സൈൻ സ്ക്വയർ എക്സ് ബൈ ടു പ്ലസ് കോസ് സ്ക്വയർ എക്സ് ബൈ ടു മൈനസ് ടു സൈൻ തീറ്റ ബൈ ടു കോസ് തീറ്റ ബൈ ടു. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ, എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ അല്ലേ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് ടു എ ബി. ആ സാധനം കിടക്കുന്നത് ആണ്. ഓക്കെ, നമ്മൾ ആ യൂസ് ചെയ്ത ഐഡിയ കണ്ടോ? അതാണ്ട് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഐഡിയ കണ്ടോ? ആദ്യം എന്ത് ചെയ്തു? കോസ് എക്സിനെ കോസ് എക്സ് സ്ക്വയർ ബൈ ടു മൈനസ് സൈൻ എക്സ് സ്ക്വയർ ബൈ ടു എന്നാക്കി. ഈ വണ്ണിന് പകരം എന്ത് കൊടുത്തു? സൈൻ സ്ക്വയർ എക്സ് ബൈ ടു പ്ലസ് കോസ് സ്ക്വയർ എക്സ് ബൈ ടു കൊടുത്തു. അതേപോലെ ഈ സൈൻ എക്സിന് എന്ത് കൊടുത്തു? സൈൻ എക്സിനെ ടു സൈൻ എക്സ് ബൈ ടു കോസ് എക്സ് ബൈ ടു എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ വന്നാൽ എന്തൊക്കെ കാണിച്ചു കൂട്ടാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ ഏതാ നോക്കിയേ, ഇവിടെ എ പ്ലസ് ബി ദ ഹോൾ, എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ അല്ലേ ഇത്? അല്ലയോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? എയും ബിയും ഇതാ. ഓക്കെ, എയും ബിയും അതാ. അങ്ങനെയാണെങ്കിൽ എനിക്ക് എഴുതാം സൈൻ എക്സ് ബൈ ടു മൈനസ് കോസ് എക്സ് ബൈ ടു. അങ്ങനെയാണെങ്കിൽ ഇതാ നോക്കിയേ, കട്ട് ചെയ്ത് കളഞ്ഞൂടെ? ഒരു സൈൻ എക്സ് ബൈ ടുവും ഒരു കോസ് എക്സ് ബൈ ടുവും. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ കോസ് എക്സ് ബൈ ടു മൈനസ് സൈൻ എക്സ് ബൈ ടു ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ? അതല്ലേ കട്ട് ചെയ്യാൻ കിടക്കുന്നത്? ഇവിടെ കോസ് എക്സ് ബൈ ടു മൈനസ് സൈൻ എക്സ് ബൈ ടു അല്ലേ മേളിൽ കിടക്കുന്നത്? സോ ഞാൻ ഇതിന് എന്ത് എഴുതാം? കോസ് എക്സ് ബൈ ടു മൈനസ് സൈൻ എക്സ് ബൈ ടു ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. രണ്ടു രീതിയിലും എഴുതാമല്ലോ. കാരണം എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം, ബി മൈനസ് എ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. രണ്ടും ചെയ്താൽ എന്താ കിട്ടുന്നത്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് ടു എ ബി. ഓക്കെ, അതുകൊണ്ട് ഞാനിവിടെ കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ഇവിടെ കോസ് എക്സ് ബൈ ടു മൈനസ് സൈൻ എക്സ് ബൈ ടു എന്ന് എഴുതി ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഒരെണ്ണവും കട്ട് ചെയ്ത് പോകും. ബാക്കി നമുക്ക് എന്ത് വരും? ടാൻ ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് ബൈ ടു പ്ലസ് സൈൻ എക്സ് ബൈ ടു ദ ഹോൾ ഡിവൈഡഡ് ബൈ കോസ് എക്സ് ബൈ ടു മൈനസ് സൈൻ എക്സ് ബൈ ടു. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാ നിങ്ങളൊന്ന് ആലോചിച്ചേ, ഒരു കോസ് എക്സ് ബൈ ടു കൊണ്ട് മൊത്തം ഡിവൈഡ് ചെയ്യാമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? ടാൻ ഇൻവേഴ്സ് ഓഫ്. ഓക്കെ, ഈ സ്റ്റെപ്പിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലോട്ടുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കണം. കാരണം ഈ ഐഡിയ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വേറെയും പലയിടത്തും എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. ഓക്കെ, ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രോബ്ലം എന്ത് ചെയ്യണം? ഓർത്ത് വെച്ചേക്കണം. കാരണം എന്ത് ചെയ്യണം? ഈ പറഞ്ഞ ഓരോ ഐഡിയാസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വേറെയും പ്രോബ്ലത്തിൽ എന്ത് ചെയ്യാൻ പറ്റുന്നതാ? യൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ 1, 2, 3 തവണ എന്ത് ചെയ്യുക? ഈ പ്രോബ്ലം പിന്നെ എടുത്ത് വെച്ചേക്ക് എന്ത് ചെയ്യുക? നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ കോസ് എക്സ് ബൈ ടു കൊണ്ട് മൊത്തം ഡിവൈഡ് ചെയ്യുക. ന്യൂമറേറ്ററും ഡിവൈഡ് ചെയ്ത് ഡിനോമിനേറ്ററും ഡിവൈഡ് ചെയ്ത് മേളിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? കോസ് എക്സ് ബൈ ടു പ്ലസ് സൈൻ എക്സ് ബൈ ടു ദ ഹോൾ ഡിവൈഡഡ് ബൈ കോസ് എക്സ് ബൈ ടു. അപ്പോൾ എന്ത് ചെയ്യാം? കോസ് എക്സ് ബൈ ടുവും കോസ് എക്സ് ബൈ ടുവും കൂടെ ക്യാൻസൽ ആവും, 1 ആവും. 1 പ്ലസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്താ? ടാൻ അല്ലയോ? ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? ടാൻ എക്സ് ബൈ ടു വരും ദ ഹോൾ ഡിവൈഡഡ് ബൈ. ഇവിടെ എന്ത് വരും? 1 മൈനസ് ടാൻ എക്സ് ബൈ ടു എന്ന് വരും. വരത്തില്ലയോ? വരും. ഇത് കാണുമ്പോൾ ഒരു ഐഡിയ കിട്ടിയോ നിങ്ങൾക്ക്? ടാൻ ഇൻവേഴ്സ് ഓഫ്, ഇതാ നോക്കിയേ, ഈ 1ന് പകരം ഞാൻ ടാൻ പൈ ബൈ 4 എന്ന് പറയാം. 1ന് പകരം ഞാൻ എന്ത് പറയുക? ടാൻ പൈ ബൈ 4. ഇതും ആലോചിച്ച് വെച്ചേക്കുക. ഈ ഒരു എക്സ്പ്രഷൻ ഇങ്ങനെ വന്നാലും നിങ്ങൾക്ക് മാറ്റാൻ ഫ്യൂച്ചറിൽ വേറെ പ്രോബ്ലംസിൽ ഈ സെയിം സാധനം ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇതാട്ടെ നോക്കിയേ, 1ന് പകരം എന്ത് കൊടുക്കുക? ടാൻ പൈ ബൈ 4. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് അയ്യോ ഇതൊന്നും അറിയത്തില്ലേ, ഇതൊക്കെ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുന്നത്, അങ്ങനെ ഒന്നും ആലോചിച്ച് പേടിക്കൊന്നും വേണ്ട. നമ്മളിത് എന്ത് ചെയ്യുക? നമ്മൾ പഠിക്കുക. പുതിയ കാര്യമില്ലയോ? നമ്മൾ ഈ എക്സ്പ്രഷൻ ഇങ്ങനെ യൂസ് ചെയ്യാമെന്ന് ഇപ്പോൾ പഠിക്കുക. ഇത് ചെയ്ത് പഠിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് വേറെ പ്രോബ്ലത്തിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ടെൻഷനൊന്നും ആവരുത്. ഈ പ്രോബ്ലം കൃത്യമായിട്ട് പഠിക്കുക. ഈ ഓരോ സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ ഓരോ സബ്സ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യുക? മനസ്സിലാക്കി പഠിക്കുക. 1ന് പകരം എന്ത് ചെയ്യാം? ടാൻ പൈ ബൈ 4 എന്ന് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ആ എക്സ്പ്രഷൻ എങ്ങനെയാണ് വരാൻ പോകുന്നത്? ടാൻ പൈ ബൈ 4 പ്ലസ് ടാൻ എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ 1 മൈനസ്, അവിടുത്തെ 1 ആയിട്ട് തന്നെ ഇട്ടേക്കുക, 1 മൈനസ് ടാൻ എക്സ് ബൈ 2 ഉണ്ടല്ലോ. ടാൻ എക്സ് ബൈ 2 1 ഇൻറ്റു ടാൻ എക്സ് ബൈ 2 എന്ന് എഴുതാമല്ലോ. അല്ലെങ്കിൽ എനിക്ക് ടാൻ
π/4 ഇൻറ്റു ടാൻ എക്സ് ബൈ ടു എന്ന് എഴുതാമല്ലോ. ഇപ്പോൾ മനസ്സിലായോ എന്ത് ഞാൻ ചെയ്തതെന്ന്? അതാ നോക്കിയേ, ടാൻ എ പ്ലസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എ ഇൻറ്റു ടാൻ ബി ഇല്ലയോ? ഇത് 1 ആവും. സോ ഫൈനലി ആൻസർ ഇങ്ങനെ തന്നെ വരും. ഓക്കെ, ടാൻ എ പ്ലസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി ശരിക്കും എന്താ സാധനം? ടാൻ ഓഫ് ഇല്ലയോ? ഈ കിടക്കുന്ന സാധനം എന്താണ്? ഈ കിടക്കുന്ന സാധനം 1 പ്ലസ് ടാൻ എക്സ് ബൈ ടു ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ π/2 ഇൻറ്റു ടാൻ എക്സ് ബൈ ടു, സോറി ടാൻ π/4 ഇൻറ്റു ടാൻ എക്സ് ബൈ ടു. എന്താ? ടാൻ ഓഫ് എ പ്ലസ് ബി അല്ലയോ? ഇവിടെ എ എന്താ? എ എന്ന് പറയുന്നത് π/4. ഇവിടെ ബി എന്താ? ബി എന്ന് പറയുന്നത് എക്സ് ബൈ ടു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിനെ മാറ്റി എഴുതാം. ടാൻ ഓഫ് π/4 പ്ലസ് എക്സ് ബൈ ടു എഴുതിക്കൂടെ? ടാൻ ഓഫ് π/4 പ്ലസ് എക്സ് ബൈ ടു. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ടാൻ π/4 പ്ലസ് ടാൻ എക്സ് ബൈ ടു ദ ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ π/4 ഇൻറ്റു ടാൻ എക്സ് ബൈ ടു. ഇനി അതിനെ സിംപ്ലിഫൈ ചെയ്ത് നോക്ക്. ടാൻ π/4 എന്ന് പറഞ്ഞാൽ എത്ര? 1 പ്ലസ് ടാൻ എക്സ് ബൈ ടു ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ബൈ ടു. ഓക്കെ, അങ്ങനെ ആയതാണ്ട് ഇൻവേഴ്സും ഇതും കൂടെ പോയി നമുക്ക് ലാസ്റ്റ് ആൻസർ എന്ത് കിട്ടും? π/4 പ്ലസ് എക്സ് ബൈ ടു. ഈസി ഇല്ലയോ? ഈസിയാണ്. സോ സിംപ്ലസ്റ്റ് ഫോമിൽ നമ്മൾ എന്ത് ചെയ്ത് ആൻസർ എഴുതി? എന്താ? π/4 പ്ലസ് എക്സ് ബൈ ടു. ഈസി. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. പ്രൂവ് ദാറ്റ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് 2x ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 3x മൈനസ് എക്സ് ക്യൂബ് ഡിവൈഡ് ബൈ 1 മൈനസ് 3x സ്ക്വയർ. ഓക്കെ, നോക്കാം എങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈയുടെ ആ ഒരു ഇക്വേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഫോർമാറ്റ് ഉണ്ട്. നമുക്കറിയാം ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈയെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് വൈ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ ചെയ്താൽ ശരിക്കും പറഞ്ഞാൽ ഈ ആൻസർ എങ്ങനെ എത്തും? അതാണ്ട് ഈ കിട്ടിയ ആൻസർ പോലെ എത്തും. നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക. ഓക്കെ, അങ്ങനെ ചെയ്തു നോക്കാം. നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്തു നോക്കാം. അങ്ങനെ ചെയ്താൽ ഫൈനൽ ആൻസർ അങ്ങനെ വരും. നമ്മുടെ ആ പ്രോപ്പർട്ടി ഡയറക്റ്റ് യൂസ് ചെയ്ത് ചെയ്താൽ ഈ ആൻസറിലോട്ട് എത്തും. പക്ഷേ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് വൈ എന്നായിരിക്കും. അപ്പോൾ ഈ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ അപ്രോച്ച്, ഞാൻ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത് വേറെ രീതിയിലാണ്. നിങ്ങളുടെ NCERT സോൾവ് ചെയ്തേക്കുന്നതും വേറെ രീതിയിലാണ്. അപ്പോൾ ആ മെത്തേഡിൽ ഞാൻ എന്ത് ചെയ്യാൻ പോവുക? സോൾവ് ചെയ്യാൻ പോവുക. ഓക്കെ, അപ്പോൾ അതിന് വേറൊരു കാരണം കൂടെ ഉണ്ട്. നമുക്കറിയാം ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ എന്ന് പറയുന്ന സാധനം എപ്പോഴും നമുക്ക് ആ പ്രോപ്പർട്ടി യൂസ് ചെയ്യണമെങ്കിൽ എന്തായിരുന്നു നമ്മുടെ കണ്ടീഷൻ? എന്തായിരുന്നു? എക്സ് ഇൻറ്റു വൈ ലെസ് ദാൻ എന്തായിരിക്കണം? 1 ആയിരിക്കണം. അതായത് ഇവിടെ ഈ എക്സ് എ ഇൻറ്റു 2x ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ആ ഒരു ടേം, അതായത് നമുക്ക് എങ്ങനെ കിട്ടും? എക്സ് ഇൻറ്റു 2x ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ, അതായത് 2x സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ എപ്പോഴും എന്തായിരിക്കണം? ലെസ് ദാൻ 1 ആയിരിക്കണം. അപ്പോൾ എക്സിന് ഏതൊക്കെ വാല്യൂസ് കൊടുക്കാൻ പറ്റുമെന്നൊക്കെ നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ ഇത് എപ്പോഴും ലെസ് ദാൻ 1 ആണോ ലെസ് ദാൻ 1 ആയിരിക്കത്തില്ലോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? അറിയാൻ പറ്റത്തുള്ളൂ. അത് അറിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ശരിക്കും ആ പ്രോപ്പർട്ടി യൂസ് ചെയ്യാനും പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവുക? ആ ഒരു മെത്തേഡിൽ സോൾവ് ചെയ്യുന്നില്ല, വേറൊരു മെത്തേഡിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ NCERTയിലും വേറൊരു മെത്തേഡിലാണ് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുള്ളത്? സോൾവ് ചെയ്തിട്ടുണ്ട്. സോ സെയിം മെത്തേഡ് ഞാൻ എന്ത് ചെയ്യാൻ പോവുക? യൂസ് ചെയ്യാൻ പോവുക. ഓക്കെ, അപ്പോൾ അവിടെ പഠിച്ചിരിക്കേണ്ട വേറൊരു ഇക്വേഷനും കൂടെ ഉണ്ട്. ആ ഇക്വേഷൻ നമ്മൾ മറ്റേ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇത് സോൾവ് ചെയ്യാൻ പോകുന്നത്. നോക്കാം നമുക്ക്. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് 2x ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ എന്താണെന്ന് പ്രൂവ് ചെയ്യണം? ടാൻ ഇൻവേഴ്സ് ഓഫ് 3x മൈനസ് എക്സ് ക്യൂബ് ഡിവൈഡ് ബൈ 1 മൈനസ് 3x സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഈ സാധനം കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ തോന്നുന്നുണ്ടോ? ഇത് ടാൻ ഓഫ് എന്തെങ്കിലും എന്നും പറഞ്ഞ് എഴുതാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, തോന്നുന്നില്ലെങ്കിൽ ദാണ്ട് ഇങ്ങോട്ട് നോക്കുക. ഞാൻ എന്ത് ചെയ്യാൻ പോവുക? ആദ്യമേ എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ കൊടുക്കാൻ പോവുക. എക്സിന് എന്ത് കൊടുക്കാൻ പോവുക? ടാൻ തീറ്റ കൊടുക്കാൻ പോവുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദാണ്ട റൈറ്റ് ഹാൻഡ് സൈഡ് ആദ്യമേ ഇങ്ങനെ എടുത്തു. റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താ? ടാൻ ഇൻവേഴ്സ് ഓഫ് 3 ഇൻറ്റു എക്സിന് പകരം എന്ത് കൊടുക്കുക എനിക്ക്? ടാൻ തീറ്റ, 3 ടാൻ തീറ്റ മൈനസ് എക്സ് ക്യൂബിന് പകരം എന്ത് വരും? ടാൻ ക്യൂബ് തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് 3 ടാൻ സ്ക്വയർ തീറ്റ. നോക്കിയേ, 3 ടാൻ തീറ്റ മൈനസ് ടാൻ ക്യൂബ് തീറ്റ ഡിവൈഡ് ബൈ 1 മൈനസ് 3 ടാൻ സ്ക്വയർ തീറ്റ. ഈ സാധനം ആരാടേ? ടാൻ 3 തീറ്റ ഇല്ലയോ? ടാൻ 3 തീറ്റ ഇല്ലയോ? ടാൻ 3 തീറ്റ ആണെന്ന് തോന്നുന്നു. 3 ടാൻ തീറ്റ മൈനസ് ടാൻ ക്യൂബ് തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് 3 ടാൻ സ്ക്വയർ തീറ്റ. നമ്മൾ അറിയാവുന്ന കാര്യമല്ലയോ? നമുക്കറിയാവുന്ന ഇക്വേഷനാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ 3 തീറ്റ എന്ന് എഴുതാം അല്ലേ? ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ 3 തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും? 3 തീറ്റ എന്ന് വരും. ഓക്കെ, 3 തീറ്റ എന്ന് വരും. അപ്പോൾ ഇത് റൈറ്റ് ഹാൻഡ് സൈഡ് എന്ത് വന്നു? 3 തീറ്റ എന്ന് വന്നു അല്ലയോ? RHS എന്ത് വന്നു?
3 തീറ്റ എന്ന് വന്നു, വിച്ച് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 3 തീറ്റ എന്ന് പറഞ്ഞാൽ എത്ര? തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ എക്സ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. സോ തീറ്റ ഈസ് ഈക്വൽ ടു എന്താ? ടാൻ ഇൻവേഴ്സ് എക്സ്. സോ 3 ടാൻ ഇൻവേഴ്സ് എക്സ്. ഓക്കെ, 3 ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടി. ആൻസർ ആയോ? നമ്മുടെ ആൻസർ ആയിട്ടില്ല. അതാ നോക്കിയാൽ നമുക്ക് വരേണ്ടത് എങ്ങനെയാണ്? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 2x ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ ഒരു ഐഡിയയും കൂടെ കത്തുന്നുണ്ടോ? എടാ ഇതാ നോക്കിയേ, 3 ടാൻ ഇൻവേഴ്സ് എക്സിനെ എനിക്ക് എങ്ങനെ എഴുതാം? 3 ടാൻ ഇൻവേഴ്സ് എക്സിനെ എനിക്ക് എങ്ങനെ എഴുതാം? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് 2 ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാം, ഇല്ലയോ? 3 ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ എത്ര? 3 ആപ്പിൾ എന്ന് പറഞ്ഞാൽ എത്ര? 2 ആപ്പിൾ പ്ലസ് 1 ആപ്പിൾ 3 ആപ്പിൾ, അല്ലയോ? അതേപോലെ 3 ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ എത്ര? 2 ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് 1 ടാൻ ഇൻവേഴ്സ് എക്സ്. അങ്ങനെ ആയത് നമുക്ക് പറയാം 2 ടാൻ ഇൻവേഴ്സ് എക്സ് നമുക്ക് വേറൊരു ഫോർമാറ്റ് അറിയാം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇല്ലയോ? 2 ടാൻ ഇൻവേഴ്സ് എക്സ് നമുക്ക് വേറൊരു ഇക്വേഷൻ അറിയാം. നമ്മൾ പ്രോപ്പർട്ടി ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തുവായിരുന്നു? 2 ടാൻ ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ്, എങ്ങനെ പറയാം? ടാൻ ഇൻവേഴ്സ് ഓഫ് 2x ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ. ഇങ്ങനെ പഠിച്ചായിരുന്നോ? ഇല്ലയോ? അങ്ങനെ ആണെങ്കിൽ ഇതാ നോക്കിയേ, ഇവിടെ 2 ടാൻ ഇൻവേഴ്സ് എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ടാൻ ഇൻവേഴ്സ് ഓഫ് 2x ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ, ഇല്ലയോ? ഈ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചതാ. 2 ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചതാ. സോ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 2x ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ. ഈ സാധനം എന്താടേ? LHS അല്ലയോടെ? ഈ കിടക്കുന്ന സാധനം ഇല്ലയോ? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് 2x ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ, ഇല്ലയോ? അപ്പോൾ RHSഉം LHSഉം എന്തായി ഇവിടെ? RHSഉം LHSഉം എന്തായി ഇവിടെ? ഈക്വലായി, ഇല്ലയോ? RHSഉം LHSഉം ഈക്വലായി. RHSനെയാണ് ഞാൻ ആദ്യമേ എടുത്തത്. അതാണ്ട് ഈ കിടക്കുന്ന സാധനം. ഓക്കെ, സോ പ്രൂവ് ചെയ്തു എന്താ? RHS ഈക്വൽ ടു LHS. അപ്പോൾ ഈ പ്രോബ്ലം ഒക്കെ അതേപോലെ പഠിക്കുക. പല തവണ ക്വസ്റ്റ്യൻസിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? ആദ്യമേ RHS എടുക്കുക. RHSനകത്ത് നിന്ന് ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് ഫൈനൽ ആൻസറിലോട്ടെത്തി. ഓക്കെ, ഇവിടെ യൂസ് ചെയ്തേക്കുന്ന സ്റ്റെപ്പ് ഏതൊക്കെയാണ്? നമ്മൾ യൂസ് ചെയ്ത പ്രോപ്പർട്ടി ഏതാ? ടാൻ 3 തീറ്റയുടെ പ്രോപ്പർട്ടി യൂസ് ചെയ്ത്. അതുപോലെ യൂസ് ചെയ്ത ഏതാ? 2 ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്ത്. ഓക്കെ, അപ്പോൾ ഈ പ്രോപ്പർട്ടീസും മനസ്സിലാക്കി വെച്ചേക്കുക. നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കോസ് ഓഫ് സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഈസി ക്വസ്റ്റ്യൻ അല്ലയോ? സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് എന്താ? സീക്ക് ഇൻവേഴ്സ് നമ്മൾ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട് അല്ലയോ? സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് π/2 ആയിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കണ്ടുപിടിക്കേണ്ടത് എന്താ? കോസ് π/2. കോസ് π/2 എത്രയാടേ? കോസ് π/2 0. അപ്പോൾ ആൻസർ എന്താ? 0. ഈസി അല്ലയോ? ഒരു ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയെന്ന് വിചാരിക്കുക. കോട്ട് ഇൻവേഴ്സ് ഓഫ് 1/√(x² - 1). ഓക്കെ, ഇതിനെ സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതാനായിട്ടൊരു ക്വസ്റ്റ്യൻ വന്ന് വിചാരിക്കുക. എങ്ങനെ ചെയ്യാൻ പറ്റും? കോട്ട് ഇൻവേഴ്സ് ഓഫ് 1/√(x² - 1). അതാ നോക്കിയേ, ഞാനിവിടെ എക്സിന് എന്ത് കൊടുക്കാൻ പോവാ? എക്സ് ഈസ് ഈക്വൽ ടു ടാൻ സീക്ക് തീറ്റ കൊടുക്കാൻ പോവുക. എക്സിന് എന്ത് കൊടുക്കാൻ പോവുക? സീക്ക് തീറ്റ കൊടുക്കാൻ പോവുക. കാരണം എന്താ? നിങ്ങൾക്കറിയാം, നമ്മൾ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. അതാ നോക്കിയേ, sec² θ മൈനസ് tan² θ എന്താ? 1 അല്ലയോ? അല്ലെങ്കിൽ sec² θ മൈനസ് 1 എനിക്ക് എങ്ങനെ എഴുതാം? tan² θ എന്ന് എഴുതാം, അല്ലയോ? ഇവിടെ എക്സിന് സീക്ക് കൊടുത്തു കഴിഞ്ഞാൽ sec² θ മൈനസ് 1 എന്ന് പറയുന്ന സാധനം കിട്ടത്തില്ലയോ? അതിന് എനിക്ക് എങ്ങനെ എഴുതാം? √tan² θ എന്ന് എഴുതാം. അതെന്താവും? 1/tan θ ആവും. 1/tan എന്താവും? കോട്ടാവും. അപ്പോൾ കോട്ട് ഇൻവേഴ്സും കോട്ടും കൂടെ എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സാധനം കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം √1 - x² എന്നൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് വരും ചെയ്തത്? നമ്മൾ അതിനൊന്നെങ്കിൽ സൈൻ കൊടുത്ത് അല്ലെങ്കിൽ എന്ത് ചെയ്ത്? കോസ് കൊടുത്തല്ലയോ? അപ്പം 1 - sin² x cos² x എന്ന് എഴുതാം, അല്ലെങ്കിൽ 1 - cos² x sin² x എന്ന് എഴുതാം. അപ്പം നമ്മൾ 1 - x² എന്നൊക്കെ ഉള്ള ഫോമിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എക്സിന് എന്ത് ചെയ്യും? ഒന്നുകിൽ സൈൻ കൊടുക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? കോസ് തീറ്റ കൊടുക്കും, അല്ലയോ? ഇതാണ് ജനറലി നമ്മൾ ചെയ്യുന്നത്. ഇനി x² - 1 എഴുതാലോ? √(x² - 1). x² - 1 എഴുതി കഴിഞ്ഞാൽ നമുക്കറിയാം എക്സിന് നമ്മൾ എന്ത് കൊടുക്കുക? സീക്ക് കൊടുത്താൽ മതിയാവും. സീക്ക് കൊടുത്താൽ നമുക്കതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും, അല്ലയോ? sec² θ - 1, x² - 1. ഇനി അതേപോലെ ഇതാ നോക്കിയേ, ഇനി ഇതാണ്ട് 1 + x² എന്ന് വരിക. √1 + x² എന്ന് വരിക. അങ്ങനെയാണെങ്കിൽ ആരെ കൊടുക്കും? 1 + x². ശരിക്കും പറഞ്ഞാൽ അതാണ്ട് നോക്കിയേ, 1 + x² വന്ന് ആരാ? അതാണ്ട് sec² θ ഈസിക്കൽ എന്തെന്ന് എഴുതാം? 1 + tan² θ എന്ന് എഴുതാം, അല്ലയോ? അപ്പോൾ 1 + x² എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ എക്സിന് എന്ത് കൊടുക്കാം? നമുക്ക് ടാൻ കൊടുക്കാം, അല്ലയോ? ടാൻ കൊടുത്തു കഴിഞ്ഞാൽ √1 + tan² θ ആവും. അത് sec² θ ആവും. √sec² θ വെറും sec θ ആവും. സോ അങ്ങനെ സിംപ്ലിഫൈ ചെയ്യുക, അല്ലയോ? അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓലോചിച്ച് ചെയ്യുക. √1 - x² വന്നു കഴിഞ്ഞാൽ നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് ഒന്നെങ്കിൽ സൈൻ അല്ലെങ്കിൽ കോസ് കൊടുക്കും. x² - 1 വരുവാണെങ്കിൽ നമ്മൾ സീക്ക് കൊടുക്കും. √1 + x² വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ടാൻ കൊടുക്കും. ഓക്കെ,
ഓക്കെ, അപ്പോൾ ഇതൊന്നും ഇങ്ങനെ കാണാതെ പിടിച്ചൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഇക്വേഷൻസ് കാണുമ്പോൾ നമുക്കറിയാം ഏത് കൊടുത്താൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഇക്വേഷൻസുമായിട്ട് നല്ലൊരു എന്ത് വേണം, ഒരു ബന്ധം വേണം. ഓക്കെ, അപ്പോൾ അതാ നോക്കിയാൽ അത് ഞാൻ പറഞ്ഞില്ലേ, അത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അതുണ്ടാകത്തുള്ളൂ. ഇത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചേക്കുക. പ്രോബ്ലത്തിൽ വരുമ്പോൾ മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ എങ്ങനെ തന്നെ ആയിരിക്കും, ഇത് തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഓക്കെ, അല്ലാതെ ഇത് കാണാതെ പിടിച്ചൊന്നും വെച്ചേക്കരുത്. ഇക്വേഷൻ വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ഈ ഇക്വേഷൻസ് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, കാണാതെ പിടിച്ച് വെച്ചേക്കാൻ. ഓക്കെ, അപ്പോൾ കോട്ട് ഇൻവേഴ്സ് ഓഫ് 1/√(x²-1). അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, കോട്ട് ഇൻവേഴ്സ് ഓഫ് 1 ഞാൻ എന്ത് കൊടുത്തു, എക്സിന് സീക്ക് തീറ്റ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം തീറ്റ ഈസ് ഈക്വൽ ടു എന്താ, സീക്ക് ഇൻവേഴ്സ് എക്സ്. അതോടെ കിടക്കട്ടെ. എക്സിന് സീക്ക് തീറ്റ കൊടുക്കുമ്പോൾ √(sec²θ - 1) എന്ന് വരും. √(sec²θ - 1) എന്ന് വരും. സോ കോട്ട് ഇൻവേഴ്സ് ഓഫ് 1/√(sec²θ - 1) എന്തോടെ, sec²θ - 1 എന്ന് പറഞ്ഞാൽ tan²θ അല്ലയോ, √tan²θ, വിച്ച് ഈസ് ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് ഓഫ് 1/tan θ എന്ന് വരും അല്ലയോ. tan²θ √tan² എന്താവും, tan ആവും. 1/tan θ, 1/tan എന്താണ്, കോട്ട അല്ലയോ. സോ കോട്ട് ഇൻവേഴ്സ് ഓഫ് കോട്ട് തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും, തീറ്റ എന്ന് വരും. ഇനി നമുക്കറിയാം തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, സീക്ക് ഇൻവേഴ്സ് എക്സ്. ഓക്കെ, സോ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം എന്താ, ഈ കോട്ട് ഇൻവേഴ്സ് ഓഫ് 1/√(x²-1) എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം എന്താ, സീക്ക് ഇൻവേഴ്സ് എക്സ്. ഈസി അല്ലയോ ചെയ്യാൻ, ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ.